ഇന്ത്യ ചൈന അതിർത്തിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ചൈനയിലെത്തുകയാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി അജിത് ഡോവൽ നാളെ ചർച്ച നടത്തും. അടുത്ത മാസം ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിലെത്തുന്നതിന് മുമ്പായാണ് ഡോവലിന്റെ സന്ദർശനം. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട് ചേരുന്നത്. ജിഷ്ണു, ഈ പറഞ്ഞതുപോലെ ഏറെ നിർണായകമായ ഒരു സന്ദർശനം തന്നെയാണ് അജിത് ഡോവലിന്റെ സന്ദർശനം. വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. രണ്ട് നിർണായക വിഷയങ്ങളാണ് അജിത് ഡോവലിന്റെ ചൈനീസ് സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ അതിർത്തി വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ 2003 മുതൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിൽ അതിർത്തി വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനുള്ള ഈ നയതന്ത്ര തലത്തിൽ ചർച്ചകളിലൂടെ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ, അത്തരം ചർച്ചകൾ ആരംഭിച്ചിരുന്നു. പിന്നീട് 2020 ഗാൽവൻ താഴ്വരയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷം, ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ ചൈനീസ് പട്ടാളം ശ്രമിക്കുകയും അത് ശക്തമായി ഇന്ത്യ പ്രതിരോധിക്കുകയും ചെയ്ത ആ ഘട്ടത്തിൽ ആ ബന്ധം വഷളാവുകയും പിന്നീട് ഏകദേശം ഒരു വർഷത്തിലധികം അത്തരം ചർച്ചകൾ നടക്കാതെ പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടുമാണ് ഇത്തരത്തിൽ അതിർത്തി വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലുമുള്ള ചർച്ചകൾ പുനരാരംഭിച്ചത്. അതിന്റെ കൂടി ഭാഗമായാണ് അജിത് ഡോവൽ ബീജിംഗിൽ എത്തുന്നത്. അവിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തും. ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത മാസം ഡൽഹിയിൽ വെച്ച് ബ്രിക്സ് ഉച്ചകോടി, ബ്രിക്സ് രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കുകയാണ്. അതിൽ ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് ഇതുവരെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നൽകിയിട്ടില്ല എങ്കിൽ പോലും ഷീ ജിൻപിങ് ബ്രിക്സ് ഉച്ചകോടിക്കായി ഡൽഹിയിൽ എത്തും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി കൂടിയാണ് ഇത്തരത്തിൽ അജിത് ഡോവലിന്റെ ചൈനീസ് സന്ദർശനം. അഖില.